അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ബനി ഇസ്രായേൽ നടന്ന ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. യാത്രക്കാരായ 3 മനുഷ്യരുടെ ചരിത്രം. അവര് വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഭീതി നിറഞ്ഞ വഴിയോരങ്ങളിൽ കാറ്റും ഇടിയും മഴയും കൂട്ടിന് വന്നപ്പോ ഭയം ശക്തമായി. ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമാകുന്നത് വരെ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണമല്ലോ എന്ന് ചിന്തിച്ച് ആ പ്രിയപ്പെട്ട 3 സഹോദരങ്ങളും ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിയ കഥ, ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറയുകയാണ്. ആ 3 പേരും ഗുഹയ്ക്കകത്ത് കയറി. സഹാബികൾ അത്ഭുതത്തോടെ കൗതുകത്തോടെ മിഴിച്ച് ആ വാർത്ത കേട്ട് കണ്ടു നിൽക്കാണ്. ആ 3 പേരും ആ ഗുഹയ്ക്കകത്തേക്ക് കടന്നു. നമുക്കറിയാം, വയനാടൊക്കെ ഉരുൾപൊട്ടലുണ്ടായപ്പോ വലിയ പടുകൂറ്റൻ പാറകളൊക്കെ ഇങ്ങനെ ഉരുണ്ടു വന്നത്. അതുപോലെ ആ കാറ്റത്തും മഴയത്തും ഒരു വലിയ പാറ ഉരുണ്ടു വന്ന് അവരുടെ ഗുഹയുടെ ഫ്രണ്ടിൽ വന്ന് ആ ഗുഹാമുഖത്തെ മുഴുവൻ വെളിച്ചവും കെടുത്തി അവർ ആ ഗുഹയ്ക്കകത്ത് പെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 3 പേരും ആ ഗുഹയ്ക്കകത്ത് കുടുങ്ങിപ്പോയി. വല്ലാണ്ട് ഭയന്ന് വിറച്ചു പൊട്ടിക്കരഞ്ഞു. തായ്ലാന്റിന്റെ ഒരു മലയുടെ ഉൾപ്രദേശത്തെ ഗുഹയുടെ ഉള്ളറയിൽ ഒരു സംഘം ചെറുപ്പക്കാർ പെട്ടുപോയ കഥ നമുക്കറിയാം. അത്രയും വിദൂരത്തെ ഗുഹയ്ക്കകത്ത് അവർ കഴിഞ്ഞുകൂടിയ എല്ലാ ഭയചകിതമായ നിമിഷങ്ങളെയും വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്നു കൊണ്ട് ഞാനും നിങ്ങളും അനുഭവിച്ചതാണ്. ഈ 3 ചെറുപ്പക്കാർ ആ ഗുഹയ്ക്കകത്ത് പെട്ടു. എങ്ങനെയാണ് രക്ഷപ്പെടുക? സാങ്കേതിക വിദ്യകളില്ലാത്ത, വിവരമാരെയും അറിയിക്കാൻ പറ്റാത്ത, യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഈ പ്രിയപ്പെട്ട 3 ചെറുപ്പക്കാരും പൊട്ടിക്കരയാൻ തുടങ്ങി. ഒന്നാമത്തെ ആള് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എനിക്കൊരു ഉമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, നിനക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ കൊണ്ടുവരുന്ന പാല് കുടിക്കാൻ വേണ്ടി വിശന്ന ഉമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കലുണ്ട്. അള്ളാഹുവേ, ഒരു ദിവസം ഞാൻ അങ്ങനെ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ തളർന്ന് ക്ഷീണിച്ചു ഉറങ്ങുകയാണ്. പക്ഷേ ഞാൻ കൊണ്ടുവന്ന പാല് കുടിക്കാൻ എന്റെ അരുമ മക്കളും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും? എന്റെ മക്കൾക്ക് കൊടുക്കണമോ എന്റെ ഉമ്മാക്ക് കൊടുക്കണമോ? മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുമ്പോ ഉമ്മാക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. എന്റെ മക്കളുടെ കരച്ചിൽ ഞാൻ അവഗണിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണു തുറന്നപ്പോ ഞാൻ ആ പാലും കൊണ്ട് നിൽക്കുന്നത് കണ്ട് എന്റെ പൊന്നാര ഉമ്മ എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹ്, ആ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് ചെയ്ത പ്രാർത്ഥനയ്ക്ക് പകരമായി, അല്ലാഹുവേ, ആ ചെയ്ത ഉമ്മയോട് കാണിച്ച സ്നേഹത്തിന് പകരമായി, ആ കാരുണ്യത്തിന് പകരമായി ഈ ഗുഹയുടെ മുമ്പിൽ വന്നടഞ്ഞിരിക്കുന്ന പാറയെ എന്നിൽ നിന്ന് നീക്കി തരണമേ പടച്ചവനെ, നീയല്ലാതെ എനിക്ക് മറ്റൊരാളില്ല റബ്ബേ, കൈനീട്ടാനെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ആ പഹുവേ, എനിക്കൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഒരു ജോലിക്കാരൻ വന്നിരുന്നു. അയാൾ ജോലി കഴിഞ്ഞ് എന്റെ കൂലി വാങ്ങാതെ അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അയാളുടെ കൂലി അയാൾക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ പൈസ കൊണ്ട് ഞാൻ 2 ആടിനെ വാങ്ങിച്ചു വെച്ചു. കാലങ്ങൾക്ക് ശേഷം ആ പാവപ്പെട്ടവൻ ഞാനന്ന് ജോലി ചെയ്ത പൈസ എനിക്ക് മടക്കി തരണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചോദിക്കാൻ വന്നപ്പോ പ്രിയപ്പെട്ടവൻ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ആ മനുഷ്യന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയ ആട് അത് പെറ്റുപെരുകി വലിയ വലിയ ആട്ടിൻപറ്റങ്ങളായി. ആ ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ കാണിച്ചിട്ടത് മുഴുവനും നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട ജോലിക്കാരൻ പറഞ്ഞു, താങ്കൾ എന്നെ കളിയാക്കുകയാണോ? നിന്നെ കളിയാക്കുന്നതല്ല, ഇത് നിനക്കുള്ളതാണ്. നിന്റെ പണം കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ്, ഇത് മുഴുവനും നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യന് കൊടുത്തു. നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ മടങ്ങിപ്പോയി. യജമാനനായ അല്ലാഹ്, ഈ ഗുഹയുടെ ഉള്ളറയിൽ ആരും വരാതെ, ആരും കാണാതെ, സഹായത്തിന്റെ ഒരു അവസ്ഥകളുമില്ലാതെ അടഞ്ഞു തകർന്നു
തകർന്ന് തളർന്നു കിടക്കുന്ന പാവപ്പെട്ട ഞങ്ങളെ ആ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് നീ സഹായിക്കണമേ എന്ന് രണ്ടാമത്തെ ആൾ ദുആ ചെയ്യുമ്പോ പാറ കുറച്ചുകൂടി നീങ്ങുകയാണ്. മൂന്നാമത്തെ ആൾ ദുആ ചെയ്യുന്നത് താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി വിചാരത്തിലേക്ക് താൻ ക്ഷണിച്ചപ്പോ വിസമ്മതിച്ച് ഒടുവിൽ അവർക്കൊരു സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ ആ പണത്തിനു പകരം നിന്റെ ശരീരം എനിക്ക് തരുമോ എന്ന് ചോദിച്ച് മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടി നീ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന വാക്ക് കേട്ടുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് തൃപ്തിയിലേക്ക് നടന്നു വന്ന പാവപ്പെട്ട ഞാൻ ചെയ്തു പോയ ആ ഒരു മടങ്ങി വരുന്ന തഖ്വയുടെ മടങ്ങി വരവിന്റെ താപമോചനത്തിന്റെ മടങ്ങി വരവിന്റെ പ്രതീക്ഷയുടെ മടങ്ങി വരവിന്റെ ആ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാ, ആ മൂന്നുപേരും പ്രാർത്ഥന നടത്തിയപ്പോൾ ആ പാറ പരിപൂർണമായും ആരും സഹായത്തിന് വരാത്ത ഗുഹാതുരത്തിന്റെ അകത്തളത്ത് നിന്ന് അല്ലാഹു എടുത്തു മാറ്റി കൊടുത്തെന്ന് പറയുമ്പോ സഹാബത്ത് അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എവിടെയായി പോയാലും എത്ര കുറ്റാങ്കുറ്റിരുട്ടായാലും ആരും സഹായിക്കില്ല എന്ന് നിങ്ങൾ മനസ്സുറപ്പിച്ചു പറഞ്ഞു പോയാലും അവിടെ യജമാനനായ പടച്ചവനല്ലാതെ ആരും നിങ്ങളുടെ അരികിലേക്ക് വരാനില്ല. ഇതാരാണ് പറയുന്നതെന്നറിയുമോ? 1000 ഒട്ടകം കൊടുക്കാമെന്ന് ശത്രുക്കൾ പ്രഖ്യാപനം നടത്തിയപ്പോ പ്രിയപ്പെട്ട സന്തത സഹചാരിയായ സിദ്ദീഖായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് നടന്നുപോയ ഒരു സൂര്യന്തകത്തളത്തിൽ ശത്രുക്കൾ കടന്നു വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നോക്കിയിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, പേടിക്കണ്ട അബൂബക്കറേ, അല്ലാഹു കൂടെയുണ്ട് അബൂബക്കറേ. ആ പടച്ച റബ്ബ് ഇന്ന് മരണപ്പെട്ടിട്ടില്ല പാറപ്പള്ളിക്കാരാ. ആ പടച്ച റബ്ബ് സുഖമില്ലാതെ കിടക്കുന്നില്ല പാറപ്പള്ളിക്കാരാ. ആ പടച്ച റബ്ബിന്റെ ഖജനാവ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയിട്ടില്ല എന്റെ പാറപ്പള്ളിയിലെ പെങ്ങളെ. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. അള്ളാഹുവിന് വേണ്ട പോലെ തഖ്വ ചെയ്താൽ എങ്ങനെയെങ്കിലും പടച്ചവനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാ പോരാ. എങ്ങനെയെങ്കിലും എന്റെ കാര്യം അള്ളാഹുവേ നീ നടത്തി തരണമെന്ന് പറഞ്ഞാ പോരാ. ഇതുപോലെ നന്മകൾ ചെയ്ത് പുണ്യങ്ങൾ ചെയ്ത് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ആ പ്രവർത്തനങ്ങളുടെ അകമ്പടിയോടെ പടച്ചവനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ തവക്കുലിന്റെ ഖബൂലിയത്തിന് പകരമായി നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവനും നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. എല്ലാം മറന്നുകൊണ്ട് പടച്ചവന്റെ പിടിവിട്ടിട്ട് തനിക്കെല്ലാം കഴിവുണ്ട് എന്ന അഹന്തയുടെ അഹങ്കാരത്തിന്റെ ആരൂപമായിട്ട് ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ അല്ലാഹുവിലേക്ക് തവക്കുലിലേക്ക് ഈമാനിലേക്കുള്ള മടക്കം അത് വളരെ അനിവാര്യമായ ഒരു സമയമാണ്. മഹാനായ ആമിർ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു എന്തോരു രസമുള്ള ചരിത്രമാണെന്നറിയോ? അത്രമേൽ അല്ലാഹുവിൽ തഖ്വ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. എല്ലാ ദിവസവും തന്റെ ഭാര്യയോടും മക്കളോടും പറയും, വൈകുന്നേരമാകുമ്പോ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇതിങ്ങനെ പറയാൻ പറയും. ആ പ്രിയപ്പെട്ട മക്കൾ അങ്ങനെ ചൊല്ലും, ഭാര്യ ചൊല്ലും. എന്ത് രസമാണ് അങ്ങനെ വാപ്പ ഉമ്മ മക്കൾ ഒരുമിച്ചിരുന്ന് ഏറ്റവും അധികം കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കാൻ പറ്റിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കാവല്. ഇന്ന് പണവും പ്രതാപവും വലിയ വീടും കൊട്ടാരവും ബാങ്ക് ബാലൻസും ഒക്കെ കൂടിയപ്പോ നമുക്ക് തന്നെ മനസ്സിലായി നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നമ്മൾ തന്നെ മതി എന്നൊരു തോന്നല് നമുക്കുണ്ടായി. നമ്മളെ കാര്യങ്ങൾ നടത്താൻ നമ്മൾ തന്നെ മതി എന്നൊരു തോന്നല് നമുക്കുണ്ടായി.
കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നമ്മുടെ കാര്യങ്ങൾക്ക് നേതൃത്വം തരുന്നത്. നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ചെറുതിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, മദ്രസ തുറന്നല്ലോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ചെറുതിലേ തവക്കുൽ ശീലമാക്കാൻ ആ പ്രിയപ്പെട്ട മക്കൾ അതിനുവേണ്ടി പ്രാപ്തരാക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. 2 ദിവസത്തേക്ക് നിന്ന് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെടണം. അള്ളാഹിനോടാണ് പൊരുത്തപ്പെടാൻ പറഞ്ഞത്, ഞങ്ങളോടല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ പെട്ടെന്ന് ഇരുന്നാല് ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി 2-3-4 ദിവസത്തേക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം കുടിക്കണം. തൊണ്ട ചെറിയ ഈ റമദാനിലൊക്കെ അല്ല തണുപ്പൊക്കെ അടിച്ച് കയറ്റിയിട്ട് മക്കളുമായിട്ട് യാത്രയൊക്കെ നടത്തി, മക്കളൊരു ഐസ്ക്രീം കുടിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും, എന്നാൽ പിന്നെ ഒരെണ്ണം എനിക്കാവട്ടെ എന്ന് പറയും. വെക്കേഷനൊക്കെ അല്ലേ, അപ്പം പ്രസംഗത്തിന്റെ കാര്യം മറന്നുപോയി. അപ്പൊ നല്ല തണുപ്പും ഷാർജ ഷെയ്ഖും ദുബായ് ഷെയ്ഖും ഒക്കെ അടിച്ച് കയറ്റിയിട്ട്, അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചൂടുവെള്ളം 2-3 ദിവസം കുടിക്കേണ്ടി വരും. അപ്പൊ അതിന് എപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അപ്പൊ അത് നിർബന്ധ സാഹചര്യം മനസ്സിലാക്കി കാരുണ്യവാനായ അള്ളാഹു എപ്പോഴും ഇരുന്ന് കുടിക്കുന്നല്ലേ, അതുകൊണ്ട് അള്ളാഹു താല പൊരുത്തപ്പെട്ട് തരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചു, ഇപ്പൊ പ്രസംഗം കയറുന്നതിന് മുമ്പ് നമുക്കൊരു ആത്മീയ നേതൃത്വം തരുന്ന മഹാന്മാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെ നിന്ന് ഇച്ചിരി അങ്ങനെ കുറച്ചു നേരത്തേക്ക് നിന്ന് കുടിച്ചാൽ ആ പ്രശ്നമില്ല. അത് അള്ളാഹ് നമ്മളൊരു മനഃപൂർവ്വം അഹങ്കാരം കാണിച്ച് ചെയ്യുന്നതല്ലല്ലോ, പേടിയാണ് ഇതൊക്കെ ചെയ്യാൻ. കാരണം അള്ളാഹു നമുക്ക് തരുന്ന നിഅമത്ത് എത്രയോ വലുതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പടച്ചു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.